ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. ഈ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ്. നമ്മുടെ ഹെൽത്തി അല്ലാത്ത ജീവിത രീതികൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. നമ്മുടെ ഹാബിറ്റ്സുകളിലുള്ള മാറ്റം വരുത്തി നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡെയിലി നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ അതിനെ മാറ്റിയെടുക്കുക. അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലാത്തവരാണെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുക. ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്ലീപ്പ് കറക്റ്റ് ചെയ്യുക. സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. അതിന് പല കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് ഈ ഒരു കാര്യം നമുക്ക് എൻ്റെ റിസൾട്ടിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർക്ക് പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു അവെയർനെസ്, അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാതിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്ത് ചെയ്താലാണ് ഈ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന്. ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് 7 ദിവസത്തെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിനകത്തേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പ്രോപ്പർ ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് വേണ്ടുന്ന ഹെൽത്ത് അവെയർനെസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറേ കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് പല രീതിയിൽ നമ്മളത് ചെയ്തു വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഒരു കാര്യങ്ങൾക്ക് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല. നമുക്ക് ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണോ നമ്മളൊരു വിത്തിട്ട് ആ ഒരു ചെടി കിളിച്ച് വന്ന് അതിന് കായ്കളുണ്ടാകുന്നത്, അതേപോലെയാണ് ഹെൽത്തിൻ്റെ കാര്യവും. നമ്മളത് ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. പെട്ടെന്ന് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കുമ്പോൾ, അതായത് വെയിറ്റ് ലോസ് ആയാലും അതുപോലെ തന്നെ ഒരു നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറേ ഡയറ്റിങ് ചെയ്യുന്നതും കുറേ എക്സർസൈസ് ചെയ്യുന്നതും, ഇതൊക്കെ നമ്മുടെ ബോഡി വീക്കാവാനാണ് കൂടുതലും നമുക്ക് സംഭവിക്കുന്നത്. ബോഡി വീക്കാവുകയുള്ളൂ. അതേസമയം നമ്മളതിനെ ഒരു പ്രോപ്പർ ഗൈഡൻസോടുകൂടി കൃത്യമായിട്ട് ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഈ ക്ഷീണവും കാര്യങ്ങളും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതിന് പല ആൾക്കാർക്കും അതിനെപ്പറ്റി അവെയർനെസ് ഇല്ലാതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഫുഡ് കഴിക്കാതെ പകൽ മൊത്തവും ഇരിക്കുക, അതുപോലെ നൈറ്റ് ഫുള്ളും ഫുഡ് കഴിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ സംഭവിച്ച് കഴിയുമ്പോഴത്തേക്ക് 72 hours ഫാസ്റ്റിംഗ് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണമായിരിക്കും കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡയറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ഫാസ്റ്റിങ് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ 7 ദിവസത്തെ ഒരു ഹെൽത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കെടുക്കാവുന്നതാണ്. ഇങ്ങനെ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ലൈഫ് ലോങ് ആക്സസ് ആണ് അതിനകത്ത് കിട്ടുന്നത്. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി നിങ്ങളുടെ കാര്യങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ വീക്ക്ലി നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെ പോകുന്നു എന്നുള്ളതിനെപ്പറ്റി ഒരു അസസ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. ആ ഒരു റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്താൽ ഇത്രയൊക്കെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് സ്ട്രെസ്സ് കൂടുമ്പോൾ ഒരുപാട് ഫുഡ് കഴിക്കുക എന്നുള്ളത്. സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറയും. നമുക്കിഷ്ടമുള്ള ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതിനെ ഒഴിവാക്കി എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിച്ച് ഇരിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഗൈഡൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉറക്കമില്ലായ്മ വലിയൊരു പ്രശ്നമാണ് പല ആൾക്കാരുടെയും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെക്കോർഡഡ് ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് വേണ്ടുന്നവർക്ക് റെക്കോർഡഡ് ക്ലാസ് വേണമെന്ന് പറഞ്ഞ് എൻ്റെ മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
ഓവർ തിങ്കിങ് കാരണം ഉറങ്ങാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കാമാക്കി മൈൻഡിനെ വെക്കാം എന്നുള്ളതിനെ പറ്റിയും എങ്ങനെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും, ഈ ഒരു മനസ്സിനെ ശാന്തമാക്കി എങ്ങനെ ഉറങ്ങാം എന്നതിനെ പറ്റിയുള്ള റെക്കോർഡ് ക്ലാസ്സാണുള്ളത്. അത് വേണ്ടുന്നവർ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. കൃത്യമായിട്ട് നിങ്ങൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് പ്രോപ്പർ ഹെൽത്തിലേക്ക് എത്താൻ പറ്റുന്നത്. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. താങ്ക് യു.